ുകൊണ്ട് നമ്മോട് ചില വാക്കുകൾ സംസാരിക്കും. പ്രിയ കർത്താസിനെ മുന്നോട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യാശാ നിർഭരമായ ഈ സമയം ഞങ്ങളുടെ പിതാവിനെ കുറിച്ച് അനുസ്മരിക്കാനും നിങ്ങൾക്ക് നന്ദി പറയാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം അത്ര സുഖകരമായ ഒരു ജീവിതയാത്രയായിരുന്നില്ല. വളരെ പ്രശ്നസങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 42 വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലേക്ക് വരുമ്പോൾ വളരെ പ്രയാസം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളായിരുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ താമസിക്കാൻ വരുമ്പോൾ ഈ ഭൂമിയുടെ നടുക്കായിട്ടൊരു ഓല ഷെഡ് ഉണ്ടായിരുന്നു. ആ ഓല മേൽക്കൂര ചുവരെല്ലാം ഓലയായിരുന്നു. പക്ഷേ അന്ന് കഷ്ടപ്പാടിൻ്റെ നടുവിലും ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തെ സേവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതിൽ അപ്പനെയോ അമ്മയെയോ മാറ്റി നിർത്താൻ പറ്റില്ല. രണ്ടുപേരും അവരുടേതായിട്ടുള്ള പങ്കുവഹിച്ചു. നെടുമങ്ങാട് സഭയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത് പരേതനായ രാജു പാസ്റ്ററുടെ ഒരു സമീപനവും സ്നേഹവും സൗഹൃദവും കൊണ്ടാണ്. ഒത്തിരി ചരിത്രങ്ങളുടെ ഞാനിലേക്ക് പോകുന്നില്ല. അവിടെ പോയ നാൾ മുതൽ പ്രാർത്ഥനകൾക്ക്, കൂട്ടായ്മകൾക്ക് ഇവിടെ നിന്ന് കരിപ്പൂര് വാണ്ട വരെ, വാണ്ടയ്ക്കപ്പുറത്ത് ഉള്ള വീടുകൾ, ചെല്ലാങ്കോട് വരെ രാത്രികളിൽ നടന്നു പോയി ആരാധന കഴിഞ്ഞിട്ട് വരും. ഇവിടെയുള്ള നാട്ടുകാർക്കറിയാം ഇവിടെ നിന്ന് അത്ര ദൂരമുണ്ട്. അന്ന് റീഡ പറഞ്ഞ പോലെ ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈ മാതാപിതാക്കൾ തയ്യാറായി. 1995 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമ്മ നിത്യതയിലേക്ക് പ്രവേശിച്ചു. അമ്മയ്ക്ക് അന്ന് 41 വയസ്സായിരുന്നു, അപ്പന് 47 വയസ്സ്. ഞങ്ങളാരും ഭാവിപരമായിട്ടൊരു നിലയിലും എത്തിയിട്ടില്ല. ചേച്ചിക്ക് അന്ന് 21 വയസ്സ് കഴിഞ്ഞു, എനിക്ക് 21 വയസ്സ് കഴിഞ്ഞു, എനിക്ക് 20 വയസ്സ് കഴിഞ്ഞു. 21 വയസ്സ്, ചേച്ചിക്ക് 22 കഴിഞ്ഞു തോന്നുന്നു, എൻ്റെ അനിയൻ. ആ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു കുടുംബസ്ഥനാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും എൻ്റെ പിതാവ് മനസ്സ് വെച്ചില്ല. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. എൻ്റെ വിവാഹത്തിന് ശേഷം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ പാസ്റ്റർമാരല്ല ഇങ്ങനെ നിങ്ങളൊരു കുടുംബസ്ഥനാകണം, ഇല്ലെങ്കിൽ വയസ്സാം കാലത്ത് നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനൊരു ആലോചന പറഞ്ഞു. അത് പറഞ്ഞത് ഇവിടെ വെച്ച്. അന്ന് ഈ വീടില്ല, ഒരു ബേസ്മെൻറ്റാണ്. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ഇന്ന് വരെ ഞങ്ങൾക്ക് അമ്മയില്ല, നിങ്ങൾ വിവാഹിതനാകുകയാണെങ്കിൽ അന്ന് മുതൽ ഞങ്ങൾക്ക് അപ്പനുമില്ല. അടുത്ത വാക്ക്, മക്കളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. അന്ന് ഞാനും മനസ്സിലൊരു തീരുമാനമെടുത്തു, ഒരിക്കലും അപ്പനെ അന്വേഷിക്കാനാളില്ല എന്നൊരു വാക്ക് എന്നെ അന്വേഷിച്ചില്ല എന്ന് പറയാൻ ഇടയാകരുത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അങ്ങനെ ഒരു സമർപ്പിത ജീവിതം മക്കൾക്ക് വേണ്ടി തന്ന ഒരപ്പനാണ്. ചില സമയത്തൊക്കെ ഇച്ചിരി കർശനമായിട്ടൊക്കെ വർത്തമാനം പറയുന്ന ആളാണ്. അത്ര വലിയ ഇതൊന്നുമല്ല. ചില സമയത്ത് മയമില്ലാതൊക്കെ വർത്തമാനം പറയും. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മക്കളുടെ അടുത്തൊക്കെ അന്ന് തട്ടിപ്പൊക്കി വിട്ടിരുന്നെങ്കിൽ വല്ലയിടത്തൊക്കെ ചെന്ന് പെടുമായിരുന്നു. ശാസിക്കേണ്ട അടുത്ത് ശാസിക്കാൻ, തർജ്ജനം ചെയ്യാൻ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും തയ്യാറായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളെ 3 മക്കളാണ്. മൂത്തത് ചേച്ചിയാണ്. എല്ലാവരും എൻ്റെ കാര്യമാണ് കൂടുതൽ പറഞ്ഞത്. പക്ഷേ എസ് സമൂഹത്തിനകത്ത് ഞാൻ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ 3 പേരും സുവിശേഷ വേലക്കാരാണ്. ചേച്ചിയുടെ ഭർത്താവ് അരുളപ്പൻ പാസ്റ്ററാണ്. അദ്ദേഹം അവർ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ, പിന്നെ പ്രിയപ്പെട്ടവർ അവൾ ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുന്നില്ലെങ്കിലും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും, പ്രിയപ്പെട്ടവൻ ശുശ്രൂഷ കാലങ്ങളിൽ അനുഭവിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് മകള്, അവൾ MSc കഴിഞ്ഞിട്ട് ഫോറൻസിക് സയൻസ് MSc കഴിഞ്ഞ് ഇപ്പോൾ അവളുടെ പഠിത്തം പൂർത്തിയായി. രണ്ടാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്ത മകന് ഇപ്പം നാട്ടിലില്ല. അവൻ കർത്താവ് എൻ്റെ കൃപയാൽ അവനൊരു അവസരം കിട്ടി. അവൻ കാനഡയിലേക്ക് കടന്നുപോയി. 1.5 വർഷമായിട്ട് അവിടെ ആയിരിക്കുന്നു. എനിക്ക് എൻ്റെ ഇളയ മോനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അനിയനും അവനൊരു സുവിശേഷ വേലക്കാരനാണ്. അറിയപ്പെടുന്ന അങ്ങനെ വലിയ പ്രവർത്തനങ്ങളൊന്നും അല്ല, എങ്കിലും അവനെക്കൊണ്ടാവുന്ന നിലയിൽ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവൾ ഒരു സർക്കാർ ജീവനമുണ്ട്. അവർക്ക് 2 കുട്ടികളാണ്. മൂത്തയാൾ +1 പഠിക്കുന്നു. ഇളയാൾ അതിൻ്റെ താഴെയുള്ള ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് തോന്നുന്നു. ഞങ്ങളെ കുടുംബമായി ഇത്രത്തോളം പരിപാലിച്ചു. ഞങ്ങളുടെ പപ്പയെ കഴിവിൻ്റെ പരമാവധി ശുശ്രൂഷിച്ചു. ഇനി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ശുശ്രൂഷിച്ചു. ആദ്യം വട്ടപ്പാറ SVTയിലായിരുന്നു. അവിടെ നിന്ന് നേരെ പട്ടം SVTയിലേക്ക് ചികിത്സ മാറി. അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി അവർ ഉഴപ്പി തുടങ്ങി. പിന്നെ ഞാൻ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡയാലിസിസ് ഒഴിവാക്കാൻ വേണ്ടി ഒത്തിരി ഞാൻ പരിശ്രമിച്ചു. അവസാനം ജനറൽ ഹോസ്പിറ്റലിലെ 3 ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് ഡയാലിസിസ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ക്രിയാറ്റിൻ 10-ന് മുകളിലായി. എങ്കിലും ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഡയാലിസിസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കഴിഞ്ഞ 3 മാസമായിട്ട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഡയാലിസിസ് തുടങ്ങിയിട്ട് 3 മാസം ഇന്നലെ തികഞ്ഞു. ഇന്നലെ ആയപ്പോൾ 3 മാസം കറക്റ്റായിരുന്നു. 81 വയസ്സ് കഴിഞ്ഞ 6-ാം തീയതി പൂർത്തിയായി. അടുത്ത് 82ലേക്ക് ഈ വർഷം ഡിസംബർ മാസം 6-ാം തീയതി പൂർത്തിയായി. 82ലേക്ക് പ്രവേശിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ കഠിനാധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളിൽ ഏറ്റവും പ്രധാനം എൻ്റെ അപ്പൻ്റെ കഠിനാധ്വാനമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കഠിനാധ്വാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന, കഠിനാധ്വാനം ചെയ്യാൻ താൻ കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല, കഠിനാധ്വാനം ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു കൂട്ടം മണൽ ഇവിടുന്ന് കളത്തറ, നിങ്ങൾക്കറിയാം കളത്തറ അങ്കമ്പാടിയുടെ പുറകിൽ നിന്ന് ഒരു കൂട്ടം മണൽ തലയ്ക്ക് പിടിച്ച് തന്നിട്ട് ചുമന്ന് ഈ കുന്ന് കയറ്റി ഇപ്പുറത്തിറക്കി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ താഴത്തെ വീടിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഓർമ്മിക്കും, എന്തിനായിരിക്കും ആ ഒരു കൂട്ടം മണൽ അവിടെ നിന്ന് ചെന്ന്. കഠിനാധ്വാനം ചെയ്യാൻ എത്രമാത്രം ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ചു എന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കിയത്. ഏത് സാഹചര്യത്തിലും പതറാതെ നിൽക്കാൻ ഒരു ധൈര്യം തന്നിട്ടുണ്ട്. ആ പക്വത തന്നു, പ്രാർത്ഥന തന്നു. ഞങ്ങൾക്ക് അനുഗ്രഹീതമായ കുടുംബജീവിതങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചു. എൻ്റെ ഭാര്യ ഷീബ, ഞങ്ങളുടെ മക്കളായിട്ട് ഞങ്ങൾ കണ്ണറവിള SVS ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹനത്തിൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമയം പാലിക്കണം എന്നുള്ളതിൻ്റെ ഭയങ്കര നിഷ്ഠയുള്ള ഒരാളാണ്. 11 മണിക്ക് തന്നെ ഈ കാര്യങ്ങൾ ശുശ്രൂഷകൻ്റെ കയ്യിൽ കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ചിന്ത. ഏറെക്കുറെ ആ സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൽ ഇന്നലെ രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് താഴെ ഇരുന്നു. കാറിൽ നിന്ന് ഇറങ്ങാതെ കുറേ നേരം ഇരുന്നു. എൻ്റെ ഭാര്യ ഈ മുട്ടയുടെ വെള്ളക്കരു അതിനെ എടുത്തു കൊടുത്തു. ഭക്ഷണം കഴിച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലാസ്കിരുന്ന വെള്ളം കൊടുത്തു. തന്നെ പറഞ്ഞു, ഞാൻ ഇച്ചിരി കാറിലൊന്ന് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാറിൻ്റെ സീറ്റും ചരിച്ചിട്ടു അതിൽ കിടന്നു. കുറേ നേരം ഇത്തിരി അസ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നെ ശാന്തമായി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഈ കസേരയിലൊന്ന് എനിക്കിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത് തന്നെ കസേരയിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ കസേരയിലിരുന്നപ്പോൾ അവിടെ കസേര ഇരിക്കണം. ഞാൻ കസേരയിലെത്തി ഒരല്പം ഒന്ന് ശാന്തമായി പറഞ്ഞു, നമുക്ക് മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞു. 2 ചുവട് വെച്ചപ്പോൾ തൻ്റെ ശരീരം കുഴഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് തന്നെ ബെഡിൽ കിടത്തുന്ന സമയത്ത് തന്നെ ശ്വാസം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ ഇച്ചിരി വെള്ളം വെള്ളം കുടിച്ചു. എൻ്റെ കൈക്ക് ഇങ്ങനെ താങ്ങി വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ട് തൻ്റെ ശരീരം കുഴഞ്ഞു. പെട്ടെന്ന് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എങ്കിലും ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി കൊണ്ടുപോയതാണ്.
എന്നാൽ അവിടെ വെച്ച് കൺഫേം ചെയ്തു. ഈ വിവരം അറിഞ്ഞ സമയം മുതൽ തന്നെ കണർവിള സഭയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ പാഞ്ഞെത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ്മോർട്ടം മറ്റൊന്നും കൂടാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. സഹോദരങ്ങൾ, കണർവിള സഭയിലെ സഹോദരങ്ങൾ തന്നെ ബോഡി ഇവിടെ എത്തിക്കാനും ഞങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ ഇടയായി. കണർവിള സഭയിലെ പ്രിയ സഹോദരങ്ങളോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ വിവരമറിഞ്ഞ് അനേക ദൈവദാസന്മാർ ഇന്നലെ രാത്രിയിൽ വന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും അനുശോചന വാക്കുകൾ അറിയിക്കുവാനും ഇടയായി. അവരെല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബന്ധുക്കളായി, ചാർച്ചക്കാരായി, പ്രിയപ്പെട്ടവരായി കടന്നു വന്ന എല്ലാവർക്കുള്ള പ്രതിശേഷം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പപ്പ സുഖമില്ലാതായ സമയം മുതൽ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായി ഒരു ശുശ്രൂഷകൻ, എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. ഓരോ സമയത്തും എന്താണ്, എങ്ങനെയാണ്, സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും, പ്രാർത്ഥനയുടെ പിൻബലം മാത്രമല്ല സാമ്പത്തികമായ സഹായങ്ങളൊക്കെ പിതാവിന് ചെയ്ത് സഹകരിച്ച പ്രിയ സഭ. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് കടന്നു വന്ന അനുശോചനം അറിയിച്ച് കടന്നുപോയ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ തോമസ് ഫിലിപ്പ് സാർ അവറുകൾ, അതോടൊപ്പം തന്നെ ഈ ഇവിടെ കടന്നു വന്ന അനുശോചനം അറിയിച്ച പ്രസ്ബിറ്റേഴ്സ്, അതുപോലെ തന്നെ മുൻ മേഖലാ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിന്റെ ദാസൻ ക്ഷണിച്ചിരിക്കുന്ന പാസ്റ്റർ സനൽകുമാർ അവറുകളാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ, ഞങ്ങൾക്കൊരാശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അസംബ്ലീസ് ബോർഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ മുൻ മേഖലാ ഡയറക്ടർ പാസ്റ്റർ PK യേശുദാസ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് വിശേഷിച്ച് വന്ദനം പറയുന്നു. പാലോട് സെക്ഷൻ്റെ മുൻ പ്രസിഡന്റും നെയ്യാറ്റിൻകര സെക്ഷൻ്റെ മുൻ പ്രസിഡന്റ്, എല്ലാവരും ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഞങ്ങളെല്ലാവരും ഒരു കൂട്ടുകാരക്കാരാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സത്യരാജ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. പാസ്റ്റർ സീനിയർ പാസ്റ്റർ MJ വിൽബു പാസ്റ്റർ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്, ഞങ്ങളുടെ ചരിത്രം എല്ലാം അറിയാവുന്ന ഒരാളാണ്. ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കാലം തൊട്ടുള്ള കാര്യം അറിയാവുന്ന ഒരു കുടുംബ സുഹൃത്താണ്. മറ്റെല്ലാവരെയും ഓർത്ത് പുഷ്പരാജ് പാസ്റ്ററുണ്ട്. അനുശോചനം പറയാൻ പല ദൈവദാസന്മാരോട് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അധികമായിട്ട് ഇനി സമയം ദീർഘിപ്പിക്കാതെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും മുൻ മേഖലാ ഡയറക്ടർക്ക് ഉറപ്പായിട്ട് സമയം ഉണ്ടാവും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PK യേശുദാസ് അവറുകൾ അനുശോചനം അറിയിക്കാൻ ശേഷം പലരുമുണ്ട്. മനഃപൂർവ്വമല്ല, സമയം പാലിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. കണർവിള സഭയിൽ നിന്ന് കടന്നു വന്നവർ, പറണ്ടൂട് സഭയിൽ നിന്ന് കടന്നു വന്നവർ, താന്നിമൂട് സഭയിൽ നിന്ന് കടന്നു വന്നവർ, മുള്ളുവേങ്ങാമൂട് സഭയിൽ നിന്ന് കടന്നു വന്നവർ, അങ്ങനെ എടുത്ത് പറയാൻ ഒത്തിരി സഭകളിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. എല്ലാവരോടുള്ള നന്ദി ആയിരിക്കുന്നതിൽ കടന്നു വന്നവർ എല്ലാവരോടും ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എൻ്റെ പ്രിയ ആൻറ്റിമാർ വളരെ ദൂരെ യാത്ര ചെയ്തു വന്ന പാസ്റ്റർ ജോൺസൺ ഇടുക്കിയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഈ ഭരണത്തിൽ വന്ന് പങ്കുകൊള്ളുന്ന കർത്താവിന്റെ ദാസൻ, ഈ അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ ഇവിടെ കൈകാര്യഞ്ഞൊരു ബോസ്, ഞാൻ അണ്ണനെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയ ബോസ് അണ്ണൻ്റെ ടീം, അതോടൊപ്പം തന്നെ ലൈവ് ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല എന്ന് മനഃപൂർവ്വമായി നിങ്ങൾ ക്ഷമാപണം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ താൻ ദുഃഖിതനാണെങ്കിലും പ്രത്യാശയോടെ പറഞ്ഞ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ മഹത്വം കുടുംബമായി ഈ പകൽ ദൈവത്തിൻ്റെ പ്രത്യാശയോടെ വാക്കുകൾ പറയുവാൻ അവരെ സഹായിച്ചതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സമയപരിമിതി 11:30 ആകുമ്പോൾ ഈ ബോഡി എടുത്ത് തൊട്ടടുത്ത് ക്രമീകരിച്ചിരിക്കുന്ന സെമിത്തേരിയിൽ അടക്കം ചെയ്യാൻ ശുശ്രൂഷകൾ നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും അനുശോചന വാക്കുകൾ പറയണമെന്ന് ആഗ്രഹം എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ കണ്ടുമ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിധി ഉള്ളതുകൊണ്ട് അതിന് മുതിരാൻ കഴിയുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യം തന്നെ കുടുംബത്തിന് ആശ്വാസമാണ്. ആകയാൽ ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് സഹകരണ സമയത്ത് നമ്മുടെ മുൻ മേഖലാ ഡയറക്ടർ പ്രിയപ്പെട്ട നമ്മുടെ മധ്യമുണ്ട്. പാസ്റ്റർ യേശുദാസ് അവറുകൾ അനുശോചന വാക്കുകൾ, പ്രത്യാശ വാക്കുകൾ അതിനെപ്പറ്റി നമ്മോട് സംസാരിക്കും. ദൈവദാസന് അതിനുവേണ്ടി സമയം നൽകും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഏറെ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരത്തിന് മുമ്പാകെ ആയിരിക്കുന്ന വാത്സല്യ പിതാവിൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുടെ വാത്സല്യ സഹോദരങ്ങൾ, ഈ വാത്സല്യ പിതാവിനെ ആരോഗ്യത്തോടെ ഈ ഭൂമിയുടെ പരപ്പിൽ കർത്താവിനെ സേവിച്ച കാലത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തെ കരുതുകയും ചെയ്ത ബഹുമാനമുള്ള ലോക്കൽ സഭയിലെ അംഗങ്ങൾ, ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന
ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സുരേഷ്, നമ്മുടെ മേഖല ഡയറക്ടർ ബഹുമാന്യനായ ദൈവത്തിൻ്റെ ദാസൻ തുടങ്ങി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സുദീർഘമായ കാലങ്ങൾ ഈ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട്. ഈ പിതാവിനെ കണ്ട കാലം മുതൽ കർത്താവിനെ അക്ഷമായി സ്നേഹിക്കുകയും നിത്യതയെ കാത്തിരിക്കുകയും ചെയ്ത ഒരു നല്ല പിതാവ്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ വിയോഗം നിങ്ങളെ സംബന്ധിച്ച് സാരമില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും നല്ലൊരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാൻ എല്ലാ മക്കൾക്കും ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടിലെ പ്രിയ പിതാവിൻ്റെ ഇളയ മകൻ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. ആ കുടുംബവുമായി ബന്ധപ്പെട്ടും ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ വളരെയേറെ സന്തോഷം. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിച്ച് നിങ്ങളുടെ ദേഹിയാത്മാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം ദൈവം നിങ്ങളെ കാക്കട്ടെ. സകല സമാധാനത്താലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന വാക്കോടെ അസംബ്ലീസ് ഓഫ് ഗോഡ് കാട്ടാക്കട ചർച്ചിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ബഥനി ബൈബിൾ കോളേജിൻ്റെയും പ്രത്യാശ അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുശോചന വാക്കുകൾ അറിയിച്ച മേഖല ഡയറക്ടർ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മെയിൻ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കോണം ഒരുക്കത്തോടും പ്രാർത്ഥനയോടും നമ്മൾ ദൈവസ്ഥലായിരിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇപ്പോൾ മേഖല ഡയറക്ടർ ശുശ്രൂഷിക്കുന്ന സനൽ അവർകളാണ്. കൊണ്ണി AG സഭയുടെ സഭാംഗമാണ്. അവിടുത്തെ പാസ്റ്ററാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്നേഹിതരെ ഒരുമിച്ച് ഞങ്ങൾക്ക് പെർസ്പെക്റ്റീവിലേക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്റെ നല്ല സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ഈ കുടുംബത്തിൽ കടന്നു വന്ന ഇവിടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും സഹകരിപ്പാനും ദൈവദാസൻ കുടുംബമായി കാണിച്ച താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊയർ ഒരു പാട്ടിന്റെ ഒരു ചരണം പാടിയതിനു ശേഷമായിട്ട് കർത്തദാസൻ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ഗുണമിടയായിത്തീരും. പാസ്റ്റർ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവം ആത്മാർത്ഥമായി സഹകരിപ്പാൻ ഓർപ്പിക്കും. ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. ജീവനെന്നീശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ച് രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ച് രക്ഷകനാ അന്ത്യശ്വാസം വരെയും പൂർവപിതാക്കളാമപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണീലാഭം അന്യനെണ്ണീ ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ച് രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ച് രക്ഷകനാ അന്ത്യശ്വാസം വരെയും
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രധാന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന നെടുമങ്ങാട് അസംബ്ലീസ് ബോർഡ് സഭയുടെ ശുശ്രൂഷകൻ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ കെ സുരേഷ് അവർകൾ, അദ്ദേഹം മുൻ പ്രസ്ബിറ്ററി അംഗം കൂടെയാണ്. നെടുമങ്ങാട് സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ ജോണി പൗലോസ് അവർകൾ, തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ സാബു ടീസ, മറ്റ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹാശുശ്രൂഷകന്മാർക്കും പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഞാൻ വന്ദനം പറയും. പ്രിയപിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിലാണ് ഇന്നത്തെ ദിവസം നാം ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്വർഗം അനുവാദം നൽകുകയും ജനന ദിവസത്തിന് മുമ്പ് തന്നെ മരണദിവസം തീരുമാനിച്ചിരുന്ന സ്വർഗത്തിലെ കർത്താവ് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് പ്രിയ പിതാവിനെ ചേർത്തുകൊള്ളുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം അനുസ്മരണ സന്ദേശവുമായി ബന്ധപ്പെട്ട് നാം കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് പ്രിയ പിതാവിന് നേരിട്ടുള്ള പരിചയം കർത്താവിൻ ദാസൻ പാസ്റ്റർ സ്റ്റുവർട്ടുമായുള്ള സൗഹൃദ ബന്ധത്തിൽ നിന്നാണ്. ഞാൻ ഭരണീയം സഭയുടെ ഒരംഗമായിരിക്കുന്ന കാലഘട്ടത്ത് തന്നെ പാസ്റ്റർ സ്റ്റുവർട്ട് COTR ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും നെഡ്സം പാസ്റ്റർ അന്ന് ആ ഭരണീയം സഭയിൽ ഇരിക്കുന്ന കാലഘട്ടം അവിടെ വന്ന് എത്രയോ വട്ടം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദ ബന്ധമാണ് ഞങ്ങൾക്ക് ഇന്നും തുടരാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അദ്ദേഹത്തോടുള്ള ബന്ധത്തിലാണ് പൊതുവെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ മക്കളുമൊക്കെ ഇത്രയും ഒരു വലിയ ആൾക്കൂട്ടം ഇന്ന് മാത്രമല്ല ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ ധാരാളം ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്ത് വരികയായിരുന്നു. കർത്താവിൻ ദാസൻ പാസ്റ്റർ സ്റ്റുവർട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ക്രൈസ്റ്റ് അംബാസഡേഴ്സിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസ്ബിറ്ററായി ആർനാട് സെക്ഷൻ്റെ പ്രസ്ബിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ. അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് തലത്തിൽ പ്രാർത്ഥനയുടെ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ചുമതല വഹിച്ച് ഈ ദിവസങ്ങളിൽ മുൻപിലേക്ക് പോകുന്നു. ഒപ്പം കണ്ണറവിള സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായിരിക്കും. അങ്ങനെ ദീർഘനാളുകളിലെ ഒരു ആത്മീക ബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. അവിടെ പഴയ വീട്ടിൽ പലവട്ടം ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയും പ്രിയ പിതാവ് രോഗിയായിരുന്ന സമയത്ത് ഇവിടെയും വരാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച ഞാനും എൻ്റെ മകനും ഒരുമിച്ച് എട്ടുകുറ്റി സഭയിലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് യാത്ര ചെയ്ത് വരുമ്പോൾ കണ്ണുള്ള ജംഗ്ഷൻ തൊട്ട് മുമ്പ് വെച്ച് ഞാൻ മോനോട് പറഞ്ഞു, മകളെ സ്റ്റുവർട്ട് പാസ്റ്റർ ഒന്ന് വിളിക്കട്ടെ, ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറിയേച്ച് പോകാം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി അദ്ദേഹത്തോട് ഒരല്പസമയം ചിലവഴിക്കാനും പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായി. ഇന്നലെ വൈകിട്ടാണ് ഈ വിവരം അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ പ്രിയ പിതാവ് ഒരു കഠിനാധ്വാനിയായിരുന്നു, ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഭക്തനായ ഒരു അപ്പൻ്റെ മക്കളായി 3 പേർക്ക് ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കുവാനും
3 പേരും കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി തീരാൻ ഇടവന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരും പ്രാർത്ഥനയും അതിന് പിൻബലമായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുകയാണ്. ഇവിടെ ഏതോ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, അപ്പൻ്റെയും, എനിക്ക് തോന്നുന്നു പാസ്റ്റർ ജോൺസൺ പറഞ്ഞതുപോലെ, അപ്പൻ്റെയും അമ്മയുടെയും കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ തലമുറകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ മുൻപിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നാൽ വളരെ സ്നേഹത്തോടുകൂടെ 3 മക്കളോടും കുടുംബാംഗങ്ങളോടും ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കും പങ്കുവയ്ക്കാനുള്ളത്, നിങ്ങളുടെ സൗഹൃദം ഉലഞ്ഞു പോകാതെ നന്നായിട്ട് സൗഹൃദത്തോടുകൂടെ ജീവിച്ച് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ പിതാവ് കാണിച്ചു തന്ന അനുഗ്രഹിക്കപ്പെട്ട മാതൃക പിൻപറ്റി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ട് നമുക്കും ഇതുപോലെ ഒരു ദിവസമുണ്ട് എന്ന് അറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ, കുടുംബാംഗങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കുകൂടെ ഞാൻ എടുത്ത് പറയുന്നു. സ്തോത്രമല്ലൂയ. ഈ സ്ഥിതിയിലായിരുന്നില്ല ഇവിടെ തുടക്കം. എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കർത്താവിനെ സേവിപ്പാൻ അവർക്ക് ദൈവം അവസരം കൊടുത്തു. പാസ്റ്റർ സ്റ്റുവർട്ട് പറഞ്ഞതുപോലെ, ഏറ്റവും ഒടുവിലുള്ള ആ വേദനയുടെ സമയത്ത് ഒരപ്പന് ചെയ്യേണ്ടിയ എല്ലാ കടമകളും കർത്തവ്യങ്ങളും കർത്താവിൻ്റെ ദാസനിലൂടെ, തൻ്റെ സഹധർമ്മിണിയിലൂടെ, മറ്റു മക്കളിലൂടെ ഒക്കെ ലഭ്യമായതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുകയാണ്. പ്രായമുള്ള മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ച് മുൻപിലേക്ക് പോകുന്നത്. അങ്ങനെ തള്ളിക്കളയുവാൻ വിശുദ്ധ വേദപുസ്തകം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഒരപ്പനും അമ്മയും നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്നത്തെ പോലെയല്ല. അന്ന് പട്ടിണിയുടെ, വേദനയുടെ, ദുഃഖത്തിന്റെ, ഇല്ലായ്മയുടെ ഒരു കാലഘട്ടം. അപ്പോഴും മുണ്ടും മുറുക്കിയെടുത്ത് മക്കൾക്ക് വേണ്ടി ആഹാരം നൽകി, വസ്ത്രം നൽകി, പഠനം നൽകി ഒക്കെ നമ്മളെയൊക്കെ നയിച്ച് ഇത്രത്തോളം ഒക്കെ നമ്മളെ ശ്രദ്ധരാക്കി മാറ്റുമ്പോൾ വയസ്സാം കാലത്ത് അപ്പനെയും അമ്മയും മറക്കാതെ നമ്മുടെ കടമകൾ ചെയ്യാൻ നമുക്ക് ഇടവരുമെങ്കിൽ അത് നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 പേര് എന്നെ വിളിച്ച് സ്വത്രം അവിടെ അനുസ്മരണം ഇവിടെ അറിയിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ അസംബ്ലീസ് ബോർഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിലെ മുൻ കമ്മിറ്റി അംഗമായും നിലവില് ചാരിറ്റിയുടെ പ്രധാന ചുമതല വഹിക്കുന്ന പാസ്റ്റർ പി ബേബി അവരുടെ അനുസ്മരണം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബഥേൽ ബൈബിൾ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന റവറൻ സാമുവൽ കുട്ടി അവർ വിളിച്ച് ആ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും അനുസ്മരണം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ അനുസ്മരണവും ഞാൻ കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. തുടർന്ന് പരിമിതമായ സമയമാണ് മുൻപിലുള്ളത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഈ പ്രിയ പിതാവ് വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ്. ഈ പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ തിരുസന്നിധിയിൽ മരണം വഴിയായി ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ആ മരണമെന്ന ക്യൂവിൽ ഇന്ന് പകൽ ഞാനോ നിങ്ങളോ ഒരാൾ പുറകിലുണ്ട്. നമുക്ക് ആർക്കും ഗ്യാരണ്ടിയോടുകൂടെ മുമ്പിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിലെത്തുമെന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. എന്നാൽ നമുക്ക് ഒരു ഉറപ്പുണ്ട്, എപ്പോ നാം മരിച്ചാലും ആ സമയത്ത് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ അനുസരിച്ച് ഭക്തിയോടെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്, ഏത് സമയത്ത് മരിച്ചാലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് കൊള്ളുവാനിടയായി തീരും. എത്ര പേർക്ക് ആ പ്രത്യാശമുണ്ട്? കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുകയാണ്.
ഈ പ്രിയ പിതാവ് നാം പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. എന്നിരുന്നാലും ആദരവോടുകൂടെ ഈ ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ടിയത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ശരീരത്തിൽ നിന്നാണ് മക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, സഭയിലുള്ള ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ സ്നേഹം ആസ്വദിച്ചത്, കരുതൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ ശരീരം സ്വത്രം ഹല്ലേലൂയ നന്നായിട്ട് ശുശ്രൂഷിക്കേണ്ടിയത് നമ്മുടെയൊക്കെ പ്രധാന ഉത്തരവാദിത്വമാണ്. ഏത് ശുശ്രൂഷയ്ക്കും വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ കർത്താവെ ശരണപ്പെടുകയാണ്. അതിലെ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കാൻ അതിൻ്റെ മുമ്പിൽ സമയം പോരാ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും നാം അറിയേണ്ടിയ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ടിയ, പിതാവ് ഇന്നലകളിൽ അറിഞ്ഞതാണ്, എന്നാൽ ജീവനോടിരിക്കുന്ന നാം അറിയേണ്ടിയ ചില സംഗതികൾ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രധാനമായ സംഗതി, കൂടാരമായ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകുന്നതാണെന്ന് ജീവനോടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയുവാനായിട്ട് തയ്യാറാകണം. ഈ ഭവനം, ഈ ശരീരം ഒരു ദിവസം അഴിഞ്ഞു പോകുന്നതാണ്. ഈ ശരീരത്തെ മോടി പിടിപ്പിക്കാൻ, ഈ ശരീരത്തെ സൗന്ദര്യവൽക്കരണം നടത്താൻ, ഈ ശരീരത്തിന് ആരോഗ്യം വരുത്താൻ, അഴകുള്ളതാക്കി മാറ്റാൻ ഞാനും നിങ്ങളുമൊക്കെ അഹോരാത്രം പണിപ്പെടുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം സകല ആളുകളും അറിയേണ്ടിയത് ഈ ശരീരം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ശരീരം മൺമയമായതാണ്, മണ്ണിൽ നിന്ന് എടുത്ത ഒരു ശരീരമാണ്. ഈ ശരീരം മണ്ണോട് ചേരേണ്ടിയതാണ് എന്ന് ഞാനും നിങ്ങളും അറിയുവാനായിട്ട് ഇടയായി തീരണം. ഈ ശരീരത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, പല കാര്യങ്ങൾ പ്രവർത്തിക്കാറുണ്ട്, പല നിലകളിലും ഞാനും നിങ്ങളുമൊക്കെ മുൻപിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, വചനപ്രകാരം ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം നയിക്കാനാണ് ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ശരീരം അഴിഞ്ഞു പോകുന്നതാണ്, ഈ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. താൽക്കാലികമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ കൂട് ഈ ഭൂമിയിൽ കർത്താവ് നൽകി തന്നിരിക്കുന്നത്. ഈ ശരീരത്തെ ശരീരമായി ഈ ഭൂമിയിൽ കൊണ്ടു നടക്കാൻ ഇടവരുന്നത് ഈ ശരീരമല്ല, അകത്തെ പ്രാണനും ആത്മാവുമാണ് എന്ന് നാം തിരിച്ചറിയാൻ തയ്യാറാകണം. ഈ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും എപ്പോൾ നഷ്ടപ്പെട്ടുവോ അപ്പോൾ ഈ ശരീരം ചലനമറ്റതായി മാറുകയാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിയേണ്ടിയത് ഒരു ശ്വാസം മാത്രമുള്ള ക്ഷണികമായ, ക്ഷണഭംഗുരമായ, താൽക്കാലികമായി കുറെ നാൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയ ഞാനും നിങ്ങളും അഹങ്കരിച്ചിട്ട് കാര്യമില്ല. സൃഷ്ടിതാവായ ദൈവത്തെ മറന്ന് ജീവിച്ചിട്ട് കാര്യമില്ല. എത്ര കൊല്ലം, 81-ലധികം വയസ്സ് പ്രിയ പിതാവിന് ഉണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ 81-ലധികം വർഷം ഈ പിതാവ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ സൃഷ്ടിതാവായ യേശുവിനെ അറിയുവാനുള്ളൊരു ഭാഗ്യം കർത്താവ് നൽകുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ തുടങ്ങിയ ആരാധന ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലയമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ നടത്തുമനുസരിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സഭയ്ക്ക് അദ്ദേഹം സംഭാവനയായിട്ട് നൽകിക്കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളും അറിയേണ്ടിയത്, ഇത് താൽക്കാലികമാകുന്ന ജീവിതമാണ്. ഇവിടെ ചെയ്യേണ്ടിയ എല്ലാ കാര്യാദികളും നന്നായി ചെയ്ത് മുൻപിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീരണം. എന്താണ് ഈ ഭൂമിയിൽ ഇത് തീരുമെന്ന് അറിയുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടിയത്? നമുക്കൊരു സൃഷ്ടിതാവുണ്ട് എന്ന് നാം അറിയണം. ആ സൃഷ്ടിതാവായ ദൈവം
മനുഷ്യൻ പാപികളായിരിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് തന്റെ ഓമന കുമാരനായ യേശു ക്രിസ്തുവിന് നമുക്ക് പാപ പരിഹാര ബലിയായിട്ട് നൽകി തന്നു എന്ന് നാം അറിയുവാനിടയായി തീരണം. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ കൂടാരം നഷ്ടപ്പെട്ടു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ എന്നറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം മുൻപിലേക്ക് പോകുവാൻ ഇടയായി തീരണം. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് കഠിനതയുള്ള ജീവിതമാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ അവിടെ കാണുന്നത് ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം. ഇത് കൈകൊണ്ട് കർത്താവ് നിർമ്മിച്ച ഒരു ശരീരമാണ്. അവിടുത്തെ സാദൃശ്യത്തിൽ, അവിടുത്തെ രൂപത്തില് അവിടുന്ന് കൈപ്പണിയായി നിർമ്മിച്ചതാണ്. ഇത് കൈപ്പണിയായി നിർമ്മിച്ചത് സ്വത്രം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം, യുഗായുഗങ്ങൾ, കോടി കോടി വർഷങ്ങൾ പാർക്കേണ്ടിയതിന് സ്വർഗത്തിലെ ദൈവം അവിടെ കൈപ്പണിയല്ലാതെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അവിടെ പ്രവേശിക്കുവാൻ കഴിയുക എന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അവകാശം നൽകി. അങ്ങനെ മക്കളായവർക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം അവിടെ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ആ ഭവനത്തിലാണ് ഞാനും നിങ്ങളും അനേക യുഗങ്ങൾ വസിക്കേണ്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, കഴിഞ്ഞ ദിവസം 81 വയസ്സിലധികം പ്രായമുള്ള പ്രിയ പിതാവ് അവിടുത്തെ സന്നിധിയിലേക്ക് കയറിപ്പോയി. നമുക്ക് എത്ര കൊല്ലം ഇനി മുമ്പിലേക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. ആമൻ കുഞ്ഞു കുട്ടികൾ ഉദരത്തിനകത്തിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ബാല്യകാലത്ത്, കൗമാരകാലത്ത്, യൗവനകാലത്ത് പല മാതിരി അനുഭവങ്ങളിലൂടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം കുറച്ചും കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കാർക്കും പറയുവാനായി കഴിയത്തില്ല. ഒന്നുകിൽ നമ്മുടെ മരണ ദിവസം സമാഗതമായിരിക്കുന്നു, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ മേഘങ്ങളിലെ പ്രത്യക്ഷത ഉണ്ടാകുവാനായി പോവുകയാണ്. അതുകൊണ്ട് ഒത്തിരി കാലം ഇങ്ങനെ മുമ്പിലേക്ക് പോകാം എന്ന് ചിന്തിക്കാതെ കൈപ്പണിയില്ലാത്ത ഒരു ഭവനത്തിൽ എത്തപ്പെടണമെന്ന ചിന്തയോടുകൂടെ ഹ്രസ്വമായ ജീവിത കാലഘട്ടം ഭക്തിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. മറ്റൊന്ന് നമ്മൾ അറിയേണ്ടിയത്, ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഞരക്കമുള്ള ജീവിതമാണ്. വാക്യം 2 നമുക്ക് ആ കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്, വേദനകൾ നിറഞ്ഞതാണ്, രോഗാതുര അനുഭവങ്ങളാണ്, പട്ടിണിയും പരിവട്ടവുമാണ്, കട്ടനട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്, വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞാരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ മുൻപിലേക്ക് പോയേ പറ്റുകയുള്ളൂ. നാം അറിയേണ്ടത് അത് ഞരക്കമുള്ള ഒരു ജീവിതമാണ്, ഞരക്കമുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞരക്കമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പുറത്ത് ഒരു വിശേഷമായൊരു വസ്ത്രമുണ്ട്. എത്ര പേർക്ക് പ്രത്യാശയോടെ സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? വേദനയുടെ ജീവിതത്തിന്റെ കാലഘട്ടമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിലും അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ആ ഞരക്കം അകത്താണ്, അത് പുറത്ത് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, പുറത്തത് അറിയത്തുമില്ല. കാരണം ഒരു വിശേഷമാകുന്ന വസ്ത്രം ഞങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രം അപ്പനും അമ്മയും തന്നതല്ല, അവൻ പ്രിയപ്പെട്ടവർ തന്നതല്ല, അത് രക്ഷയുടെ വസ്ത്രമാണ്. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്ന ആ വസ്ത്രത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുകയാണ്.
ആ വസ്ത്രം ധരിച്ച് ഞരങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും എനിക്ക് നിങ്ങൾക്കും ഒരു പ്രത്യാശയുണ്ട്. ഈ ഞരക്കം തീരുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, സ്വത്രം വളരെ വേദനയോട് കഴിഞ്ഞ ചില മാസങ്ങൾ അദ്ദേഹം കടന്നുപോയതാണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് സ്വത്രം സുഖകരമായ ഒരു സംഗതിയല്ല. ആ വേദന അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരൊക്കെ നന്നായിട്ട് ശുശ്രൂഷിച്ചെങ്കിലും ഒരുപാട് വേദനകളിലൂടെ അദ്ദേഹം കടന്നുപോയി. ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഞരങ്ങിക്കൊണ്ട് മുമ്പിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ അകത്ത് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ഈ ഞരക്കം തീരാൻ പോവുകയാ, ഈ വേദന തീരാൻ പോവുകയാ, ഈ ഞെരുക്കം മാറാൻ പോവുകയാണ്. ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എന്റെ പ്രാണപ്രിയന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു പോകാൻ പോകുന്നു എന്ന് ആ പ്രത്യാശയാണ് പുഞ്ചിരിച്ച മുഖത്തോടുകൂടെ കടന്നു ചെല്ലുന്ന എല്ലാവരോടും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുവാൻ പ്രിയ പിതാവിന് ഇടവരുത്തിയത്. കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി രക്താർബുദം ബാധിച്ച് ആശുപത്രി കിടക്കയിലായിരിക്കുകയാണ്. തന്റെ മാതാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആ മകളെ ശുശ്രൂഷിച്ച് മുൻപിലേക്ക് പോവുകയാണ്. ഒരു ദിവസം ആ മകൾ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആമൻ, നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു, നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. അമ്മ ഉറക്കെ ഉറക്കെ കരഞ്ഞു, അമ്മ ഉറക്കെ ഉറക്കെ കരഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കേവലം 12 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞ്, രക്താർബുദം ബാധിച്ച കുഞ്ഞ്, ഭാവി തുടർന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ കുഞ്ഞിന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. അവൾ യേശുവിനെ സേവിച്ച് ആരാധിച്ചത് കൊണ്ട് ആ സ്തോത്രം രോഗക്കിടക്കയിൽ ആശുപത്രിയുടെ ബെഡില് അവൾ ഒരു വെളിപ്പാട് കണ്ടു. അടുത്ത ദിവസം അവൾ കർത്താവിനോട് ചേരുന്ന വെളിപ്പാട്. ജീവിച്ചിരിക്കുന്ന എല്ലാവരോടും എനിക്കിന്ന് പറയാനുള്ളത്, ആ വെളിപ്പാട് കണ്ടുകൊണ്ട് വേണം ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് പോകുവാൻ. നാളെ ജീവിക്കാൻ കഴിയുമെന്ന വെളിപ്പാടല്ല, നാളെ എന്റെ ജീവിതത്തിന്റെ മരണമാണെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് പോകാൻ കഴിയണം എന്ന ആ പ്രത്യാശ, ആ നിത്യവീടിനെ കുറിച്ചുള്ള ആധ്യാത്മിക ചിന്ത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10-ാമത്തെ വാക്യം ഇങ്ങനെയാ കാണുന്നത്. 80-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഇതാണ് പ്രിയരേ, സ്വത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ഈ ക്ഷണികമായ കാലഘട്ടത്ത് യേശുവിനെ അറിഞ്ഞവർ, യേശുവിനെ ആരാധിക്കുന്നവർ, ഭക്തിയോട് മുമ്പിലേക്ക് പോകാൻ തയ്യാറാകുന്നവരുടെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. ചിലതൊക്കെ വിട്ടുകളയാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ചിലതൊക്കെ മറന്നുകളയാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് വേണ്ടിയാണ് നിത്യമായ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ പറഞ്ഞവസാനിപ്പിക്കുന്നു, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവാസ കാലഘട്ടം വളരെ ഭയത്തോടെ കഴിക്കാൻ നമുക്ക് തയ്യാറാകാം. ഒരു സന്ദേശം കൂടി ഞാൻ കൈമാറുന്നു. ഒത്തിരി കാലം നമുക്കില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി പരമ യാഗമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് പ്രിയരെ. അതുകൊണ്ട് സ്വത്രമായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ ദിവസമായി മാറട്ടെ, മാനസാന്തരത്തിൻ്റെ ദിവസമായി മാറട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഒരു ദിവസം നാം കണക്ക്
ബോധിപ്പിക്കേണ്ടിയവരാണ്. കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവർ 3 പേരും കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി നിലകൊള്ളുന്നവരാണ്. ആമൻ. മാനുഷികമാകുന്ന ദുഃഖം അവർക്കുണ്ട്. അപ്പൻ എന്ന നിലയിൽ അവർക്ക് ദുഃഖമുണ്ട്. ആമൻ. സ്തോത്രം. അവർ ഹല്ലേലൂയ കടിച്ചു പിടിച്ച് ഇരിക്കുന്നത് അവർക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് പകൽ ഈ പ്രിയ പിതാവിൻ്റെ മുഖം കണ്ടു തീരുന്നതല്ല. ആമൻ. സ്തോത്രം. ഒരു ദിവസം ഹല്ലേലൂയ ആ പൊൻപുലരിയിൽ എൻ്റെ അപ്പനെ കാണാൻ പറ്റും, എൻ്റെ പിതാവിനെ കാണാൻ പറ്റും, എൻ്റെ അപ്പച്ചനെ കാണാൻ പറ്റുമെന്ന് ആ പ്രത്യാശ കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരാൻ പരിശുദ്ധാത്മാവ് അവർക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും കൊണ്ടിയൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും ദക്ഷിണ മേഖലയിലെ എല്ലാ ദൈവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവമുമ്പാകെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കോയർ ഈ സമയത്ത് ഒരു ഗാനം ആലപിക്കുമ്പോൾ പെട്ടിയിലേക്ക് മാറ്റാവുന്നതാണ്. അതിൻ്റെ ചുമതലപ്പെട്ടവർ ദയവായി ആ കാര്യങ്ങൾ ചെയ്താൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല യെരൂശലേം നഗരമതിൽ പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മുറവിളിയും ദുഃഖവുമില്ല യെരൂശലേം നഗരമതിൽ പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ലോകേ